ശ്രീ പി രാജീവായിരുന്നു ദേശാഭിമാനിയുടെ ചീഫ് എഡിറ്റർ. വലിയ പ്രതിഷേധം വന്നു കഴിഞ്ഞപ്പോൾ അത് മാപ്പ് പറഞ്ഞ് തടിയൂരുകയാണ് ഉണ്ടായത്. അന്ന് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ട ആളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയിരുന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഈ പ്രസംഗം എഴുതി കൊടുക്കുന്ന ആൾ. അപ്പോൾ ഇവരെല്ലാവരും BJP സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. BJP ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത്. BJP പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായി നിരന്തരമായി കഴിഞ്ഞ 35 ദിവസമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്നു മുതൽ മുഖ്യമന്ത്രിക്ക് എപ്പോഴും അങ്ങനെയാണ്. കാരണം മോഡിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. 2022 പാർട്ടി കോൺഗ്രസ് കണ്ണൂരിൽ നടന്ന സമയത്ത് അവിടെ പങ്കെടുത്ത ദേശീയ നേതാക്കളെല്ലാം BJPയെയും നരേന്ദ്രമോദിയെയും രൂക്ഷമായി വിമർശിച്ചിട്ടും അവിടെ നടത്തിയ പ്രസംഗത്തിൽ മോഡിയെ വിമർശിക്കാത്ത BJPയെ വിമർശിക്കാത്ത ഏക CPM നേതാവ് ശ്രീ പിണറായി വിജയനായിരുന്നു. അദ്ദേഹം ഭയമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. അദ്ദേഹം BJPയെ ഭയന്നാണ് ഭരിക്കുന്നത്. നമ്മളൊരു എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്, കസവ് കെട്ടിയ പേടിത്തൊണ്ടന്മാർന്ന്. മുഖ്യമന്ത്രിക്ക് ചേരുന്ന ഏറ്റവും നല്ല പദം കസവ് കെട്ടിയ പേടിത്തൊണ്ടൻ എന്നാണ്. അക്ഷരാർത്ഥത്തിൽ വലിയ കൊമ്പത്തെ ആളാണ്, പക്ഷെ മനസ്സ് മുഴുവൻ പേടിയാണ്. അതൊരു പ്രയോഗമാണ്. അങ്ങനെ ഒരു കസവ് കെട്ടിയ പേടിത്തൊണ്ടനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ കണ്ണൂരിൽ 26-ാം തീയതി ഞങ്ങൾക്ക് നേരെ എറിയാനിരുന്നിരുന്നൊരു ബോംബ് CPMകാരുടെ കയ്യിൽ വെച്ച് തന്നെ പൊട്ടിത്തെറിച്ചു. പിന്നെ വടകരയിലെ സ്ഥാനാർത്ഥി കൊണ്ടുവന്ന ഒരു നുണ ബോംബ് ചീറ്റിപ്പോയി. ഇപ്പോൾ ഇലക്ഷൻ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് അവര് ഇപ്പോൾ വീടുകളിൽ ചെന്ന് പോളിംഗ് നടത്തുമ്പോൾ ആ പോളിംഗിൽ ഇടപെടാൻ വേണ്ടി CPM ശ്രമിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാർ അതിന് കൂട്ടുനിൽക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ചീഫ് ഇലക്ടറൽ ഓഫീസർക്ക് കത്തെഴുതി. ഒരു നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിട്ടില്ല. സുതാര്യമായിട്ടല്ല താഴെത്തട്ടിലെ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. വീടുകളിൽ പോയി വോട്ട് വാങ്ങിക്കുമ്പോൾ സീൽഡ് ബാലറ്റ് ബോക്സിൽ സീൽഡ് കവർ വാങ്ങിച്ച സീൽഡ് ബാലറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. ഇത് തുണി സഞ്ചിയിലാണ് ഇത് തൂക്കിക്കൊണ്ടുപോകുന്നത്. അതിന്റെ കൃത്യമായ പരാതികൾ കൊടുത്തിട്ട് പോലും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇടപെട്ട് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഉള്ളത്. ഇവിടെ നടത്തുന്ന പ്രചരണത്തിൽ ഇപ്പോ വടകരയിൽ ഒരുപാട് പേർക്കെതിരെ കേസെടുക്കുകയാണ്. ഒരുപാട് പേർക്കെതിരെ സൈബർ ആക്രമണം നടത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്ത ആളുകൾക്കെതിരെയാണ് കേസെടുക്കുന്നത്. ഇതുവരെ വടകരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരായി എന്ത് ആക്ഷേപമാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ചതെന്നുള്ളതിന്റെ ഒരു കോപ്പി പോലും ആരും കണ്ടിട്ടില്ല. അവര് പോലീസ് കൊടുത്ത പരാതിയിലില്ല. ഞാൻ കുറെ ദിവസമായി അന്വേഷിക്കുകയാണ് ഇത് എന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരെ പോസ്റ്റ് ചെയ്ത്. ഒരു പോസ്റ്റും കാണാനില്ല. അതിനു പകരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി കാണിച്ചു എന്ന് പോസ്റ്റിട്ട പാലോടിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെതിരായിട്ട് കേസെടുത്തു. എന്താണ് നരേന്ദ്രമോദിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തി എന്ന് പറഞ്ഞിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ദേശീയതയ്ക്ക് വേണ്ടിയിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് മോഡി ഭരണകൂടം പ്രവർത്തനം നടത്തുന്നത് എന്ന് വിമർശിച്ച കോൺഗ്രസ് സ്പോക്സ് പേഴ്സൺ ഷെമാ മുഹമ്മദിനെതിരായി കേസെടുത്തു. മോഡിയെ വിമർശിക്കാൻ പാടില്ല കേരളത്തിൽ. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും മോഡിയെക്കെതിരായി സംസാരിച്ചാൽ കേസെടുക്കില്ല. പക്ഷെ കേരളത്തിൽ മോഡിക്കെതിരെ സംസാരിക്കുകയോ മോഡിക്കെതിരെ പോസ്റ്റ് ഇടുകയോ ചെയ്താൽ ഇത് രാഹുൽ ഗാന്ധി അടക്കമുള്ള മുഴുവൻ നേതാക്കളും മുഴുവൻ ദേശീയ നേതാക്കളും ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. ഈ ഇലക്ട്രൽ ബോണ്ടിലെ അഴിമതിയെക്കുറിച്ച് ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിട്ടും അവരിപ്പോഴും ആ നരേന്ദ്രമോദിക്കെതിരായി ഇത് ഇട്ടു എന്ന് പറഞ്ഞ് കേസെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊടുത്ത പരാതി 10ാമത്തെ പരാതിയാണ് ഞാൻ ഇന്നലെ കൊടുത്തത്. ഒരു പരാതിയിലും ഇതുവരെ കേസെടുത്തിട്ടില്ല, കേസെടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. 20 വർഷം മുമ്പ് മരിച്ചുപോയ എന്റെ മാതാപിതാക്കളെ വരെ അപമാനിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന്റെ താഴെ. എന്നിട്ട് പോലും ഒരു കേസ് കൊടുത്തിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദിയെ തുടരുന്നു. അപ്പൊ നരേന്ദ്രമോദിക്കെതിരായിട്ട് ആരോപണം പോലും ഉന്നയിക്കാൻ കേരളത്തിൽ സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനമാക്കി ഇദ്ദേഹം മാറ്റിയിരിക്കുകയാണ് കേരളത്തെ. അതാണ് ഞാൻ പറഞ്ഞത്, ഭയന്നാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. അല്ല, അത് എനിക്ക് തോന്നുന്നത് ജയരാജൻ ആ വിഷയം ഒന്നും കൂടി സജീവമാക്കാൻ വേണ്ടിയിട്ട് പത്രസമ്മേളനം നടത്തി പറഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. മാസപ്പടി വിവാദത്തിലെ പ്രശ്നം എന്ന് വെച്ചാൽ 12ഓളം സ്ഥാപനങ്ങൾ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയിലേക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തു. ആ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഈ കമ്പനി അവർക്ക് ഒരു സേവനവും ചെയ്തു കൊടുക്കാതെയാണ്, ഒരു സർവീസും. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനി ഉണ്ടാക്കുന്നതിന് ഞങ്ങളെതിരല്ല, ആർക്കും ഉണ്ടാക്കാം. അവർ വേറൊരു കമ്പനിയായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് ഞങ്ങളെതിരല്ല. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ? കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട കമ്പനിയും കോൺട്രാക്റ്റിൽ ഏർപ്പെടാത്ത കമ്പനികളും ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. കോൺട്രാക്റ്റിൽ ഏർപ്പെട്ട കമ്പനികൾ പറയുന്നത് അതിൽ ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന മൊഴി ഞങ്ങൾക്ക് ഒരു സർവീസും ചെയ്തു തന്നിട്ടില്ലാണ്. ഒരു സർവീസും ചെയ്തു തരാതെ എങ്ങനെയാണ് പണം ട്രാൻസ്ഫർ ചെയ്യുന്നത്? 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികളുടെ ഫൈൻഡിംഗ് ആണ്. ഒന്ന് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, 2 കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ബാംഗ്ലൂരിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഈ 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് നിയമവിരുദ്ധമായിട്ടുള്ള മണി ട്രാൻസ്ഫർ ആണ് ഈ അക്കൗണ്ടിലേക്ക് നടന്നിരിക്കുന്നത്. അത് അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടു. അതിന് പാൽപ്പൊടി കഴിച്ചിട്ടാണ് വളർന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഞ്ഞി കുടിച്ചിട്ടാണ് വളർന്നതെന്നുള്ള അല്ലല്ലോ വിഷയം. അഴിമതിയാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി ഇവരുടെ പിതാവ് വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ട്രാൻസാക്ഷൻ നടന്നത്. അല്ല, നിങ്ങളുടെ ആരെങ്കിലും അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വെറുതെ പൈസ ഇട്ടിരോ? എന്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും വെറുതെ പൈസ ഇട്ടിരോ? ഇതാണ് പ്രശ്നം. അതാണ് ആ കേസ്. അപ്പൊ ജയരാജൻ ഒന്നും കൂടി അത് സജീവമാക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. അല്ലത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് തൃശ്ശൂർ പൂരം. കോടതി പോലും ഇടപെട്ട് അത് പരമ്പരാഗതമായ രീതിക്ക് ഭംഗം വരാതെ അത് നടത്തിക്കൊണ്ടുപോകാനുള്ള സംവിധാനം ചെയ്തതാണ്. എന്തിനാണ് ഈ പോലീസ് ഒരു അനധികൃതമായി അതിനകത്ത് ഇടപെടുന്നത്? കോടതി ഇടപെട്ട് കോടതി സ്പെഷ്യൽ സിറ്റിംഗ് നടത്തി തീർത്ത ഒരു വിഷയത്തിൽ പോലീസിനെ ഇടപെടിച്ച് ബിജെപിക്ക് അനുകൂലമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. പിണറായിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത്. BJP ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ്